ഹായ് ഹലോ KKM യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ഡിഷ് ട്രൈ ചെയ്യാൻ പോവാണ്. വയനാടൻ പോത്തുംകാലെന്ന് പറയും. ഇത് ഞാൻ ഇപ്പോൾ ഒരാൾ പറഞ്ഞറിഞ്ഞതാ. അങ്ങനെ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളുമാണ് ഇതാണ്ടേ എടുത്ത് വെച്ചേക്കുക. തക്കാളി, വെളുത്തുള്ളി, മറ്റേ വലിയുള്ളി, നല്ല വലിയുള്ളി, പിന്നെ ഇഞ്ചി, അതെ എത്ര 1 2 3 4 5 വലിയുള്ളി, പിന്നെ ചെറിയ ഉള്ളി, ഇതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ പച്ചമുളകും ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഗെയ്സ്, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വീട്ടിൻ്റെ വെളിയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. എന്താ അവർ നട്ട കുറച്ച് ചെടികളും സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പേരെനിക്ക് അറിഞ്ഞൂടാ, ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ വീട് വേണ്ടേ, ഇതൊക്കെ എന്താണ്, ഇത് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഉള്ള ഒരു മാവാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. മറ്റേ എൻ്റെ പേര്, എടാ ഇതിൻ്റെ പേരെന്തുവാ, ഈ മരത്തിൻ്റെ പേര്? ദേവദാരു. പക്ഷെ ഇത് ഒരു എത്ര വർഷമായി കാണും? ഇല താഴെ ഒന്നുമില്ല, എല്ലാം മണ്ടേ പോയി. 10 വർഷമൊക്കെ ആയാണ്. ഇവിടെ ഒരു കോപ്രായം കാണിക്കുന്ന ഒരാളുണ്ട്, കെക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നാണ്ടേ എല്ലാം. പക്ഷേ ഇതിൻ്റെ പേരറിഞ്ഞൂടാ. നമ്മളെ വീട്ടിലുള്ള ഉമ്മയൊക്കെ എവിടെ പോയാലും ഓരോ ചെടികളിങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരും. അടിച്ചു മാറ്റിക്കൊണ്ട് വരാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും ഇത് നിങ്ങളെയൊക്കെ വീട്ടിൽ നിന്നായിരിക്കും. ആ ഒരവസ്ഥയാണ്. ആണ്ടേ ആണ്ടേ നല്ല ചെടികളും നല്ല ഇത് പ്ലാവ്, ഒരു ചക്ക കിളിച്ചിട്ടുണ്ട്. ഇത് ചക്കയായി. പിന്നെ ആണ്ടേ പച്ചക്കറികളുണ്ട്. ഒക്കെ നമ്മളെ റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ റംബൂട്ടാൻ കായ്ച്ചു. ഇതിപ്പോൾ 1 മൂടുണ്ട്, 2 മൂട്, പിന്നെ 3 മൂട് റംബൂട്ടാൻ ഉണ്ട്. ഇതൊരു വലിയൊരു ഇതായിരുന്നു, പ്ലാവായിരുന്നു. പക്ഷെ അത് ഒടിഞ്ഞുപോയി. പിന്നെ കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ഇത് ഏതോ കള്ളിമുള്ളി ചെടി, എനിക്ക് തോന്നുന്നു. ഇല്ല, പഴമല്ലല്ലോ ഇത്. കള്ളിമുള്ളി ചെടിയുടെ ഒരു ഇനം. ഇങ്ങനെ പടർന്ന് സൈഡിൽ കൂടെ കണ്ട പടർന്ന്. പിന്നെ അതുപോലെ ഇത് മറ്റേ ബട്ടർ ഫ്രൂട്ടാണ്. അല്ല, ബട്ടർ ഫ്രൂട്ടല്ല, പീനട്ട് ബട്ടർ, അങ്ങനെ ഫ്രൂട്ട്, അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ആണ്ടേ ഇത് കിളിയൊക്കെ ഭയങ്കര തിന്ന് പോവാം. അല്ലാതെ ഇത് വലിയ ഗുണമൊന്നുമില്ല. ഇത് ഈ കുഴപ്പമില്ല. എന്നാൽ ക്യാരറ്റിൻ്റെയൊക്കെ ഒരു ചെവയാണ് ഇത്. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ ചെടികൾ. ഇതൊന്നും അല്ല, ഇതിൻ്റെ വീട്ടിൻ്റെ മണ്ടയിലും ഉണ്ട്. അത് ഞാൻ ഒരു ദിവസം കാണിക്കാം. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാൻ കാണിക്കാം. അങ്ങനെ എല്ലാം ഉരിച്ച് വൃത്തിയാക്കിയെടുത്തു. ഇനി ബാക്കി പണിയിലേക്ക് പോവാം. അതുകൊണ്ട് ഉള്ളി അരിഞ്ഞു. അതിനുശേഷം നമ്മൾ തക്കാളി, പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മറ്റേ ചെറിയ ഉള്ളിയുടെ പേസ്റ്റ്, പച്ചമുളകും അതിൻ്റെ ഇഞ്ചി, അതിൻ്റെ ഒരു പേസ്റ്റ്. പണ്ടേ ഇതിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഉരുളിയോടെ ഇതാണ് നമ്മളെ വീട്ടിലെ. എന്തിരുമ്പോ വെള്ളിയാണ്, ചെമ്പിൻ്റെ ഉരുളി. ഈ ഉരുളിയാണ് പരിപാടി നടത്തുന്നത്. ഇത് പെട്ടെന്ന് നല്ല ചൂടാവുമായിരിക്കും അല്ലേ? നല്ല ചൂടാവുന്ന ഒരു സെറ്റപ്പ്. നമുക്ക് പോയിട്ട് കറിവേപ്പില പറിച്ചുകൊണ്ട് വരാം. ഒയ്യോ, ഉണ്ട്, വലിയൊരു മരം തന്നെ ഉണ്ട് കറിവേപ്പിലയുടെ. കറിവേപ്പില എന്താണ് നമ്മുടെ കറിവേപ്പിലത്തോട്ടം. തോട്ടത്തിലൊരു മരം, വലിയൊരു മരമാണ്. അവിടെ തീ ഇട്ടു. നമ്മളെ വീട്ടിലെ അടുപ്പ്. തീ ഇട്ടു. ഇനിയിപ്പോൾ ഇത് ചൂടാവണമല്ലേ? ചൂടായാൽ
വെള്ളം പറ്റാണ്ട് കൈയും പോയി. എന്ത് ഉള്ളിയാണ്ട് വെറുതെ അവിടെ ഉള്ളി ഇരുന്ന് പൊടിച്ച്. എന്ത് ഇവിടെ ഭിത്തിക്ക് മുറിവ് പറ്റിയപ്പം പൊട്ടിച്ചാ? ഇത് അത് ചെയ്യണ്ടല്ലോ, വൃത്തിയാക്കണ്ടേ? എണ്ണ ഒഴിക്കുകയാണ്. ഇതൊരു വയനാടൻ പോത്തുംകാല്. ഇത് എത്ര സമയം എടുക്കുന്നത് ഇത് ആവാൻ? 4 മണിക്കൂർ. അപ്പോൾ ഇത് ഉച്ച കഴിയും. ഇപ്പോൾ തന്നെ ഉച്ചയായി. ഉച്ച കഴിയും. ഉലുവ അല്ല കടുവ് അല്ല ഉലുവ കടുവ അല്ലേ? കറിവേപ്പില. അടുത്ത ഉള്ളി അരിഞ്ഞു വെച്ചത്. ഇളക്കുന്ന പരിപാടി എനിക്കാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇളക്കാൻ. ഇന്നലെ ഇതാണ് പോത്തുംകാലി ഫ്രിഡ്ജ് വെച്ച്. ഇന്നലെ പെരുന്നാളായപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. പോത്തറത്തിന് സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഐസ് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ച് ഒരുവിധം വഴണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ചതച്ചത്, പിന്നെ നമ്മൾ നല്ല ചുവന്ന തക്കാളി പിന്നെ ഇടാം. ഓക്കെ. അതിനുശേഷം അത് നേരത്തെ വഴറ്റി വെച്ചാൽ അതിൻ്റെ കൂടെ ഇതും കൊടുത്ത് വഴറ്റുക. വഴണ്ട് വരുന്നുണ്ടോ? ഒരുവിധം ഇളക്കി പിടിച്ചിട്ടുണ്ട്, ഒരുമിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അടിയും ഗ്യാസ് അല്ലല്ലോ, അടിയും ഭയങ്കരമായിട്ട് തീ വരുന്നുണ്ട്. കുറയ്ക്കാൻ പറ്റുമോ? അവിടെ ഒരു പരുവായി കുറച്ചാൽ അത്രയും അടി അമ്മാതിരി ചൂടാണ്. കാരണം ഇത് മറ്റേ ചെമ്പും കൂടെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉള്ള ചൂട് മൊത്തം ഇതിലൊന്നും പിടിക്കും, വെളിയിൽ പോകത്തില്ല. ഒരു അംശം കൂടി വരും. ചെമ്പുരുളിയാണ്, ചെമ്പുരുളി. അത്രയും ചൂട്. ഇഞ്ചിയും വെളുത്തുള്ളി വരുന്നുണ്ടായിരിക്കും. അല്ല, ഇനിയിപ്പോൾ ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ തീ കുറച്ച്
ഇനിയിപ്പോൾ അതിലോട്ട് ഒരു തക്കാളി എടുത്ത് ചെയ്യുന്നു. തക്കാളി എടുത്ത് തട്ടാം. തക്കാളി തട്ടി അതിന് ഇത്തിരി ചൂടുണ്ടേ. ഇത് വഴണ്ട. അണച്ചോണ്ടേ കഴിവെടുക്കാൻ പെടുന്ന പാട് അതാണ് ഏറ്റവും വലിയ. ആണ് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഏറ്റവും വലിയ മേഖല ഇങ്ങനെ ഇളക്കുന്നതാണ്. കാരണം വെച്ചാൽ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കണം. അതാണ് ഏറ്റവും വലിയ മെനക്കേട്. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇത് ബ്രൗൺ ഇതായിട്ടുണ്ട്. എല്ലാം ഇത് അല്ല, കുറച്ച് വെളിച്ചെണ്ണകൾ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടി പിടിക്കുന്ന രീതിയിലോട്ട് ഇങ്ങനെ ആയപ്പം കുറച്ച് വെളിച്ചെണ്ണകൾ ഇട്ട് ഈ പരുവാക്കി. മെനക്കേടാ കേട്ടാ. ഇത് സത്യം പറഞ്ഞാൽ ഒരു വ്യായാമം. ഇന്ന് ദഹിക്കുകയും ചെയ്യും. നീ അങ്ങനെ ഇത് കഷ്ടപ്പെട്ടതിൻ്റെ വിശപ്പ് മാറാനാണ് തിന്നുന്നത്. അതുകൊണ്ട് തടി വയ്ക്കത്തില്ല ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ. അടുത്ത മഞ്ഞപ്പൊടി. പാട്ടുകാരുടെ അടുത്ത് നിന്ന് ഉണ്ടാക്കിയാൽ പറയും യേശുദാസി. പിന്നെ അടുത്ത മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇല്ലേ? അതുകൊണ്ടാണ് നല്ല നല്ല ചുമന്ന മുളകുപൊടി. അത് മല്ലിപ്പൊടി കൂടെ ഇട്ടിട്ട് മൊത്തം. ഇനിയാണിത് ടാസ്ക്. നമ്മൾ ടേസ്റ്റ് ഇല്ലാന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര ഉപ്പിടാതെ എന്തോന്ന് അങ്ങനെ പച്ചവെള്ളം പോലെ ഇരിക്കുന്നത്. വലിയ മണ്ണുണ്ടായി. കറക്റ്റ് അളവ് തന്നെ. ആ വെള്ളം ഒഴിക്കുമ്പോൾ അല്ലേ അളവൊക്കെ മാറും. സൂപ്പല്ലേ ഉണ്ടാകും. സൂപ്പ് പോലെ. കണ്ണ് ഒറ്റക്ക് കുരിയിരിക്കുക. ഉപ്പല്ലേ? ഇതെന്തോ മസാല? കര മസാല? മസാലയില്ലേ ഇത്? വെള്ളം കൂടെ ഒഴിച്ചു. കാരണം അടി പിടിക്കുന്ന രീതിയിലോട്ടായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അടി തീ. പക്ഷേ ഈ അടുപ്പിലുള്ള ഗ്യാസിനേക്കാൾ ടേസ്റ്റ് ആണോ ഇല്ലേ? മറ്റേ മരം വെച്ചിട്ട് വിറവടിച്ച്
ഓ കണ്ണി വെള്ളം ഒഴിച്ച് വേണ്ട ഇത് ഒരു ഇതാക്കി സൂപ്പിൻ്റെ രീതിയിലോട്ട് മാറ്റി സൂപ്പിൻ്റെ രീതിയിലോട്ട് വെള്ളം ഒഴിച്ച് ഇനിയും വെള്ളം ഒഴിച്ച് ഇനിയും അടച്ചു വെച്ചാൽ അതിൽ ചൂടായിട്ട് പിന്നെ ഇത് ബീഫ് ഇടുന്നു ബീഫിൻ്റെ അതിൻ്റെ കാല് കുരുമുളക് മറന്നുപോയി ഇട്ടാൽ മതി. കുരുമുളക് ഇട്ട് പിന്നെ ബാക്കി നമുക്ക് വഴണ്ടതിന് ശേഷം ഇടാം. ഓക്കെ വേണ്ടേ പോത്തുംകാല് നമ്മൾ ഇടാൻ പോവുകയാണ്. ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ചൂടായി അല്ലേ പോത്തുംകാല് ചൂടായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുവാണ്. ഓരോന്നായിട്ട് ഒരു മുതുക്ക് കാല് വേണം ആണ് കളി ഇന്ന് കളി അയ്യാ ചൂട് കാല് ചൂടുള്ള എല്ലാവരും ഒന്ന് തിന്ന് മരിക്കണം. മാറ്റി വെച്ചിരുന്നാ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കണ്ടേ. നീ എടുത്തോണ്ട് അടിച്ചൊരു തിന്നത് അങ്ങനെ വേണ്ട. സത്യം നീ പറഞ്ഞ പോലെ അല്ല. ഞാൻ തന്നെ ഇട്ട് ഇളക്കി ഞാൻ ഉള്ളോണ്ട് നീ ഇളക്കുവോ? അത്രേ എന്റെ കൈ ഒടിഞ്ഞു പോകും. ഇല്ല കൊല എന്റെ ദിവസം മൊത്തവും പോയി. കളിയിൽ പോലും എന്റെ ശരീരം പോയി. ആണ്ട് ഇത് കഴിച്ച് തളർന്നുകൊണ്ട് കണ്ടേ ഒരു ലൈസ് നിന്ന് കഷ്ടപ്പെടക്കാം. ഇതിനിപ്പോ 4 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പൊ നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞ് വരാം കേസ്. നമുക്ക് ലൈസ് കഴിക്കാം. ഒരു പരുവായി ഇളക്കി ഉണ്ട്. നമുക്ക് ലൈസ് കഴിക്കും. ഇത്ര കഷ്ടപ്പെട്ടല്ലേ. ഇത് ഈ കാല് ഞാൻ എടുത്തുകൊണ്ടുള്ളത് ഞാൻ തന്നെ. ഒരു നാളിൽ പള്ളിയിൽ പോയിട്ട് എടുത്തത് ഞാൻ തന്നെ. ഇത് ഇത്രയും കഷ്ടപ്പെട്ടത് ഞാൻ തന്നെ. കഴിക്കാൻ മാത്രം ആൾക്കാർ വരും. നല്ല മഴയത്ത് നിന്ന് കഴിക്കാൻ സൂപ്പർ. അതിൻ്റെ പ്രാവ് തട്ടും. ഓക്കെ ഓക്കെ എന്തായെന്ന് അറിയാൻ വയ്യ. എന്താ ഫുൾ ആവി തന്നെ. നല്ല മണം വരുന്നുണ്ട്. സ്മെല്ല് ഇത് മറ്റേ ഇതിന്റെ മണം സ്മെല്ല് ഇംഗ്ലീഷ് അറിയുന്നല്ലേ. അറിയാം, പക്ഷെ അവർ ശരിക്കും മാറ്റം. നല്ല സ്മെല്ല് മണമുള്ള സ്മെല്ല് മണമെന്ന് വെച്ചാൽ നല്ല ഈ സൂപ്പിൻ്റെ ഒരുമാതിരി. ഇതൊക്കെ വെന്തിട്ട് എനിക്ക് ഇനി വറ്റാനുണ്ട് ഒരുപാട്. വെന്തിട്ടില്ല. നോക്കിട്ട് തൊട്ട് നോക്കട്ടെ. ഇത് നമുക്ക് പൊളിഞ്ഞ് വരണം. തിരിഞ്ഞിടേ പിന്നെ. ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചിടണോ? അല്ല വേവണ്ടേ. അല്ല ഇത് എല്ലാം ഇടണോ വെച്ചു മോളിൽ കിടക്കുന്നോണ്ടേ. നമുക്ക് ബെറോട്ടയും കൂടെ മേടിച്ചിട്ടേ അടിക്കാം. ഒരു പിടി പിടിക്കാം. അതും കൂടെ ഉണ്ടാക്കാനുള്ള ആരോഗ്യമാകില്ല. ബെറോട്ട നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം. കിഴങ്ങ് കിട്ടി. ഇപ്പൊ കിഴങ്ങ് വേവൂല, വെറുതെ കിഴങ്ങ് മേടിക്കാന്ന് വെച്ചാ. ഇപ്പഴത്തെ കിഴങ്ങാ ഈ മഴ പെയ്ത് കിടക്കുന്നുണ്ട്. അതാണ് അത് പിന്നെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് വരി. ഞാൻ കിടന്ന് ഇളക്കി. ഞാൻ
ഈ എല്ല് വെക്കാനാ പാടില്ല. ഓ അതും വേണമെങ്കിൽ ചെയ്യാക്കെ ചെയ്യാം. ഇനി ഒരിക്കലും തോട്ടത്തൊക്കെ തെളിക്കും. കള്ളപ്പണിയും ചെയ്തിറങ്ങും. നമുക്ക് തെളിക്കണ്ട. ഉപ്പില്ല കേട്ടാ. തന്നെ ഇനി ഈ അപ്പോൾ അത്രയും പോരല്ലേ? ഞാൻ കൂടി പോകും. ഇല്ല ഇച്ചിരി കഴിയട്ടെ. കച്ചവടം ഇത് വറ്റണ്ടേ? കുറച്ചുകൂടെ ഇടാല്ലേ? ആ ഇട്. പിന്നെ ഇങ്ങനെ കൊള്ളത്തില്ല. പിന്നെ എന്തിനുള്ള വീഡിയോ ഓഫാക്കിക്കോ. ഓഫാക്കി അടിച്ചൊഴിക്കണം. അതിൻ്റെ കൂടെ തേങ്ങ, ഉള്ളി, പിന്നെ മുളക്, തേങ്ങ ഉള്ളി മാത്രം ഇട്ട് പെരിഞ്ചീരകം ഇട്ടിട്ട് ഇങ്ങനെ ബ്രൗൺ ആവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതും കൂടെ മറ്റേതിലോട്ട് അരച്ചൊഴിച്ചാൽ നല്ല കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും, നല്ല ടേസ്റ്റ് വരും. നമ്മൾ തുറക്കാൻ പോവാണ് ഗൈസ്. ഇത് എന്തിനായെന്ന് അറിയുമ്പോൾ വേഗം തുറന്നു. നല്ലത് വെന്തിട്ടുണ്ട് അല്ലേ? ഒരു വിധം വെന്തിട്ടുണ്ട്, കുഴപ്പമില്ല. ക്ഷമയില്ല. അത് ക്ഷമയില്ല, നോക്കാം. അവിടെ കഴിച്ചില്ല ഞാൻ. ഇങ്ങനെ ചൂട് കഴിച്ചു പോട്ടെ. വെളിയിൽ പോയിരിക്കാം. കഴിച്ചു പോട്ടെ. കുറച്ച് കട്ടി ഉണ്ടോ? വേവുണ്ടല്ലേ? അടുപ്പിൽ കിടക്കുവാണ്. ആ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്, കുരുമുളകിൻ്റെ ഒക്കെ. അപ്പം ഗൈസ് ഓക്കെ, എങ്കിൽ കഴിക്കട്ടെ. എന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തൊലിഞ്ഞ ക്യാമറ.